നമസ്കാരം. ശ്രീലങ്കയിലെ ഞങ്ങളുടെ 9ാമത്തെ ദിവസമാണിത്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ നേരെ പോയത് ഹിരക്കേത്തി എന്ന് പറയുന്ന ഒരു കൊച്ചു ബീച്ച് ടൗണിലേക്കാണ്. അവിടെ ചെന്ന് ഞങ്ങളൊരു റൂമൊക്കെ തപ്പി കണ്ടുപിടിച്ചു. എന്നിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്ക് അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് അവിടെ. ടേർട്ടിൽ ബീച്ച് എന്ന് പറയും. ഇവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് സീ ടേർട്ടിൽസുമായിട്ട് സ്വിമ്മും സ്നോർക്കലും ഒക്കെ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് സൺസെറ്റ് ഒക്കെ കണ്ട് അതൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഇന്നലത്തെ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. ഇന്ന് രാവിലെ വെളുപ്പിന് 4 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ എണീറ്റ് ഒരു 1 hour ഡ്രൈവ് ചെയ്ത് മിർസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ശ്രീലങ്കയിലെ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യമേ തന്നെ ഞങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചു വെച്ചൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റി ചെയ്യാനാണ് ഞങ്ങൾ ഈ മിർസയിലേക്ക് പോയത്. വേറൊന്നുമല്ല, വെയിൽ വാച്ചിങ് ആണത്. എക്സൈറ്റ്മെന്റ് കാരണമാണോ എന്നറിയില്ല, അവിടെ എത്തിയ ആദ്യത്തെ ആൾക്കാർ ഞങ്ങളായിരുന്നു. ജേർണി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്തത് ഒരു സീ ടേർട്ടിലിനെയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോൾഫിൻസിനെ കണ്ടു. അത് സ്പിന്നർ ഡോൾഫിൻസ് ആയിരുന്നു. അപ്പോൾ അത് നമ്മുടെ ബോട്ടിന്റെ കൂടെ സ്വിം ചെയ്യുകയും നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് സ്പിൻ ചെയ്യുന്നതും ചാടുന്നതും ഒക്കെ ആയിട്ട് കുറേ ഡോൾഫിൻസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെയും ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തത് ഓൺ ബോർഡ് തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ ക്യാപ്റ്റന്റെ ഒരു അനൗൺസ്മെന്റ്, അതായത് ഒരു വെയിലിനെ സ്പോട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ട് നോക്കി. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വെയിലിനെ അവിടെ സ്പോട്ട് ചെയ്തു. അതൊരു ഫിൻവെയിലായിരുന്നു, വിച്ച് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മാമൽ സ്പീഷീസ് ഓൺ എർത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിലിനെയൊക്കെ കണ്ടു. കുറച്ച് നേരം അതിൻ്റെ ഡൈവും കാര്യങ്ങളൊക്കെ കണ്ട് അതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ 2 ഇൻസ്റ്റൻസിലായിട്ട് നമുക്ക് ഈ ഫിൻവെയിലിനെ സ്പോട്ട് ചെയ്യാൻ കിട്ടി. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഹാപ്പി മൊമെന്റ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വെയിൽ വാച്ചിങ് ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് ഒരു കോക്കനട്ട് ട്രീ ഹില്ല് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട്. അവിടെ ചെന്നു. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി. ഈവനിങ് ആയപ്പോൾ അഗെയിൻ ഞങ്ങൾ കുറച്ച് ടേർട്ടിൽസിനെ കാണാമെന്നും പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ ടേർട്ടിൽ പോയിന്റിലേക്ക് ചെന്നു. അവിടെ കുറച്ച് നേരം സ്നോർക്കൽ ചെയ്തും സ്വിം ചെയ്തും ടൈം സ്പെൻഡ് ചെയ്തു. അഗെയിൻ ഇന്നത്തെ സൺസെറ്റും മിസ്സാക്കാണ്ട് തന്നെ ഞങ്ങൾ കണ്ടു. അങ്ങനെ വെറും ഒരു സ്റ്റോപ്പ് ഓവർ മാത്രമായിട്ട് പ്ലാൻ ചെയ്ത ഹിരക്കേത്തിയിൽ വി എൻഡഡ് അപ്പ് സ്റ്റേയിങ് ഫോർ 2 nights. ഇനി നമുക്ക് ഒരു ദിവസം കൂടി ശ്രീലങ്കയിലുള്ളൂ. അപ്പോൾ ഇനി അതിന്റെ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ.